കെട്ടുകഥകളാലും സാങ്കല്പിക സാഹിത്യത്താലും സമ്പന്നമാണ് ഈ ലോകം. അതിൽ പലതും വിശ്വസനീയമല്ലെങ്കിലും ആ കഥകൾക്കും സങ്കല്പങ്ങൾക്കുമുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആന്തരികാർത്ഥങ്ങൾ മനുഷ്യന്റെ ചിന്തകളെയും ചെയ്തികളെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ചില മനുഷ്യരുണ്ട് തങ്ങളുടെ ജീവിത സാക്ഷ്യത്താൽ ദൈവിക സാന്നിധ്യത്തെ മനുഷ്യനിലേക്ക് എത്തിക്കുന്ന മനുഷ്യർ. അവർ കാലദേശാന്തരങ്ങളെ അതിജീവിച്ച് ഇന്നും ജീവിക്കുന്നു. ജെൻസി അല്ലെങ്കിൽ സൂമേഴ്സ് എന്ന് വിളിക്കുന്ന യുവതലമുറയുടെ ഇടയിലും സാങ്കല്പിക കഥകൾക്കും ജീവിത വിശുദ്ധി കൊണ്ട് ഇന്നും വിസ്മരിക്കപ്പെടാത്ത പുണ്യാത്മാക്കളുടെ ഓർമ്മകൾക്കും സ്ഥാനമുണ്ട്. ഇന്ന് ഇവിടെ സാങ്കല്പിക ലോകവും സാക്ഷ്യം വഹിച്ചവരുടെ സാക്ഷ്യം ഏകുന്നവരുടെ ഓർമ്മകളും ഒന്നു ചേരുകയാണ്. തിങ്കൾ കുളിർ പൊന്നും നിലാത്തിൽ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തിൽ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. പള്ളിമണി നാം ഉള്ളരിയണം നാം അല്ലൊഴിവാകാൻ ഒന്നു ചേരാം. ഹല്ലേലൂയ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. പുൽക്കൂട്ടിൽ സ്വർഗം കരിഞ്ഞല്ലോ, സ്വപ്നപ്പൂ കിഴിഞ്ഞല്ലോ, പുതുവർഷം തളിർത്തു നിന്നല്ലോ. ഒരു നക്ഷത്രം മിന്നിത്തിളങ്ങുമ്പോൾ മാർഗം തെളിഞ്ഞല്ലോ, തുയിൽ മാറി ഉണർന്നിതുലകാകെ. വരവേൽക്കേണ്ടും വിശുദ്ധി വരമായി മഞ്ഞൾ പരത്തി കനിലിന്നുന്നയിടത്തി തെളിച്ചു മനുജർക്കു ചേർത്തി അനുപമമാം സുഹൃതം. തളർച്ചപ്പെടാതെന്നും യുവത്വത്തുണിപ്പോടെ തരിക്കെട്ടൊരേ പോല. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ബലകരമതിനെയുയർത്തി വലിയൊരിടയനാം യഹൂദൻ കനിവുടനുഗ്രഹമണയ്ക്കാൻ തുണയ്ക്കായി വരണേ. ഒരുമിച്ചൊരേക മനസ്സായി ശ്രുതി ചേർത്തു നീതി നിറവായി സുവിശേഷ സുഖം കളരും വചനം നിറയും നലമായി പൊരുളായി നിറയായി പകരാവോ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. പള്ളിമണി നാം ഉള്ളലിന് നാം അല്ലൊഴിവാകാൻ ഒന്നു ചേരാം. ഹല്ലേലൂയ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ
we, the St. Pastor Aspirants House, proudly presents Delulu, a divine encounter through lovely union and loving unity. ആത്മാവിൻ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി കായൽ കൈക്കണ്ണലിൽ വർഷം പകർന്നു ആത്മാവിൻ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി കായൽ കൈക്കണ്ണലിൽ വർഷം പകർന്നു ആത്മാവിൻ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി കായൽ കൈക്കണ്ണലിൽ വർഷം പകർന്നു Delulus! Delulus! اي والله ها فلوس عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي تفوز عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب سمها صبوحة خطبها نصيب بديالك جنة بتعطيها كف وهز شت بكير خليك شبيب عطي رقصة بفريسة زيد عليها شوي عندي بيزة حق الاختيار اللي نعرفه صيدة سوي لي وقفة دار هيبة هيا نسوي رقصة بياض جيب لي واحد كرك يلا بياض طق سيارة بوليس يلا يلا سوي لي رقصة ثانية رقصة البطريق ولا ستة في ما يا اخي تفوز عندي خوش فصلة يا اخي تفوز والله Hi everyone. Good evening to all. Delulus. ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഡെലൂലസ്. എങ്കിലും മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളെ പോലുള്ള ജെൻസി പിള്ളേർ ഡെലൂഷൻ അല്ലെങ്കിൽ ഈ പ്രേതഭൂതം എന്നൊക്കെ പറയില്ലേ, അവരെ വിളിക്കുന്ന മറ്റു ചെറിയ ഷോർട്ട് ഫോം പേരാണ് ഡെലൂലു. ഞാൻ ക്രിസ്മസ് വെക്കേഷൻ പോയി വന്നപ്പോ തൊട്ട് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നല്ല കട്ട പ്രാർത്ഥന, ഒരു ഡെലൂലിന് കിട്ടാൻ. പക്ഷേ പ്രാർത്ഥന കുറച്ച് കൂടിപ്പോയി. പക്ഷെ കിട്ടി, ഒന്നല്ല രണ്ടെണ്ണത്തിന് കിട്ടി, രണ്ടെണ്ണം. സെമിനാർ എഴുതണ്ടെന്ന് തോന്നുന്നു. ഞാൻ സ്വപ്നം കണ്ട പോലെ ഒരെണ്ണം കിട്ടിയില്ല. സാരില്ല, കുഴപ്പമൊന്നുമില്ല, വിഷമില്ല, എന്നാലും ഒരു ചെറിയൊരു സങ്കടമുണ്ട്. ഒന്ന് രണ്ടാഴ്ചയായി ഇവന്മാർ എന്റെ കൂടെ കൂടിയിട്ട്. ഒരാൾ കുറച്ച് പഴഞ്ചനാ, 1800 എപ്പോഴോ ജീവിച്ചിരുന്ന ആൾ. ഏത് സമയം കയ്യിലൊരു പേപ്പറും ചുറ്റും ഓരോരോ നടപ്പാ. മറ്റൊരാളുണ്ട്, ആള് 2000 എപ്പോഴാണ് ജീവിച്ചിരുന്നത്, ഫുൾ ടൈം ലാപ്ടോപ്പ്. ഇത്ര നാളായിട്ട് ഇവരാരാണെന്നോ ഇവരുടെ കഥ എന്താണോ ഒരു പിടി എനിക്കില്ല. എന്തായാലും ഇന്ന് ഞാൻ അവരാളെ ഞാൻ പറയിപ്പിക്കും. ഡെലൂലസ്! ഡെലൂലസ്! ചില സമയത്ത് ഇവന്മാർ ഇങ്ങനെയാ, ജാടയാ. ജാട എന്ന് പറഞ്ഞാൽ വെറും ജാടല്ല, നല്ല മുടിഞ്ഞ ജാട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ചാണ് കൂടി അവർ വിളിക്കാം. ഞാൻ ഒരു കൗണ്ട് വരാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ മാത്രം വിളിച്ചോളൂ തോന്നുന്നു അല്ലേ? ഇവിടെ വിളിക്കാനാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. Delulu, 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 Delulu,
എന്താണ് ജെൻസിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഡയലോഗാണല്ലോ, കേൾക്കുന്നവർക്ക് ബോറടിക്കും. No, it actually did sound interesting. എവിടെയായിരുന്നു? രണ്ടെണ്ണത്തിന് എവിടെയൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു, നീ പറയുന്ന കേട്ട് നിൽക്കായിരുന്നു. ആ ഇവിടെ കള്ള ഞാൻ പറയുന്നതെല്ലാം കേട്ടു. Yes, yes. And you said you wanted to know our stories, right? തനിക്ക് മലയാളം മനസ്സിലായി തുടങ്ങി തോന്നുന്നു. അല്ലെങ്കിലും എന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നവർ അവസാനം മലയാളം പഠിക്കാനാണ് പതിവ്. ഞാൻ ആദ്യം കഥ പറഞ്ഞു കിട്ടുന്നില്ല, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കഥ പറ. ഞാൻ തന്നെ ആദ്യം പറയാം. സത്യം പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയി, പക്ഷേ മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങ് ദൂരെ ഒരു കുന്നും, ആ കുന്നിൽ പ്രാർത്ഥനയാൽ പാർത്തിരുന്ന കുറെ പുണ്യാത്മാക്കൾ. അവിടെ മരപ്പണിക്കായി എത്തിയതായിരുന്നു എന്റെ അച്ഛൻ. അവിടെ വെച്ച് ഞാനൊരു മനുഷ്യനെ കണ്ടു. ദൈവാത്മാവ് എന്ന് തൊട്ടതുപോലെ ഒരച്ഛൻ. അവിടെയുള്ളവർ അദ്ദേഹത്തെ വലിയ പ്രയുരച്ച എന്ന് വിളിക്കാറ്. കാരുണ്യനാഥനാം ദൈവകുമാരന്റെ ആരുണ്യശോഭയെ കാണാകണം. കാരുണ്യനാഥനാം ദൈവകുമാരന്റെ ആരുണ്യശോഭയെ കാണാകണം. കാരുണ്യവാരിധിയായ താൻ മാനുഷ കാരണം പാപാതി നീക്കുവാനായി മാനുഷ നീചവേഷത്തെ ധരിച്ചൊരു മാനുഷ ത്രാതാവെ കാണാകണം. മിത്രനെ മന്നിപ്പിച്ചിടുന്ന ദീപ്തിയെ ഗാത്രേ മറച്ചതും കാണാകണം. ഉന്നതനാം ദൈവം കന്നി മറിയത്തിൽ വന്നു പിറന്നതും കാണാകണം. അച്ഛോ, വലിയ പ്രിയരച്ചോ, ഇതെന്താണ്? അച്ഛോ, പ്രിയരച്ചോ, ഇതെന്താണ് വാഴയൊക്കെ വിട്ടി മേശപ്പുറത്ത് വെച്ചേക്കണേ? അതൊക്കെയുണ്ട് കോര. ഇന്നലെ ഞാനൊരു യാത്രയിലായിരുന്നു, എൻ്റെ സ്വപ്നങ്ങൾ തേടിയുള്ള ഒരു യാത്ര. അച്ഛനിടയിലും യാത്രയിലാണല്ലോ. ജീവിതം തന്നെ ഒരു യാത്രയല്ലേ കോര? യാത്ര? അച്ഛനെ വിളിച്ച കാര്യം പറ കോര. ഇത് വെറും വാഴ വെട്ടി വെച്ചിരിക്കുന്നതല്ല, ഇതെൻ്റെ ഒരു സ്വപ്നമാണ്. കുറെ കാലമായി എൻ്റെ മനസ്സിൽ പടർന്നു പന്തലിച്ച ഒരു വലിയ സ്വപ്നം. ഓ, കിട്ടി! വാഴക്കൃഷി. അല്ലേലും വാഴക്കൃഷി നല്ലതാ, അടിപൊളി ലാഭമല്ലേ. പക്ഷേ വാഴക്കൃഷി, ആ ശരി. അച്ഛോ, അച്ഛന് ഞാനൊരു വാഴ തന്നിട്ടല്ലേ? അച്ഛനോട് ഉണ്ടായിരുന്നുള്ളത് പറയാ. ബാക്കി കാട് കയറി പോകല്ലേ കോര, അതല്ല കാര്യം. പിന്നെ ഇതൊരു അച്ചുകൂടമാണ്, അതിന്റെ മാതൃകയാണ്. ഇതൊന്ന് കണ്ടെത്താനുള്ള യാത്രയിലായിരുന്നു ഞാൻ ഇന്നലെ. നീ ഇത് നോക്കി ഇതുപോലൊന്ന് എനിക്ക് മരത്തിലുണ്ടാക്കി തരണം. അച്ഛോ, പൊന്നച്ചോ, അച്ഛൻ വല്ല കസാരയോ തൊട്ടിലോ കട്ടിലോ അവരെന്താണേലും പറ, ഇതുപോലൊരു കരുത്തൂറ്റതടി ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ അച്ഛൻ പറഞ്ഞ ഈ കൂട് എനിക്കറിയാത്ത പണിയാ. നിനക്ക് പറ്റും കോര, നീ മാതൃക പോലെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇത് വെറും കൂടൊന്നുമല്ല,
ഇതൊരു പുതിയ തുടക്കമാണ്. എഴുതി വെക്കേണ്ട അക്ഷരങ്ങൾ ഇനി നമുക്ക് പകർത്തിയെടുക്കാം. ദൈവജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ പുസ്തകങ്ങളും മറ്റും ഇതിൽ അച്ചടിച്ചെടുക്കാം. കാലങ്ങൾക്കപ്പുറം അറിവ് പ്രഘോഷിക്കാൻ, ദൈവസ്നേഹത്തെ പ്രഘോഷിക്കാൻ ഇതൊരു ഉപകരണമാകും. അച്ചു, അച്ഛൻ വലിയ ആളാ, അതുകൊണ്ടാ ഈ പറഞ്ഞതൊന്നും എന്റെ തലയിൽ കയറാത്തെ. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, അച്ഛൻ ദൈവാത്മാവിന്റെ മേലോപ്പുള്ള മനുഷ്യനാ. എല്ലാം നടക്കും കോര, ദൈവഹിതം നടക്കും, നടത്തും. അല്ല, പിന്നെ ഒരു കാര്യം, നിന്റെ മകൻ രവിയെ പാഠശാലയിലേക്ക് വിടാൻ പറഞ്ഞിട്ട് നീ വിട്ടില്ലല്ലോ. അത് പിന്നെ അക്ഷരങ്ങൾ തൊട്ടു നോക്കാനുള്ള യോഗ്യതയൊന്നും എന്റെ മകനില്ല. പിന്നെ അക്ഷരങ്ങൾ പഠിച്ചാൽ അന്നം കിട്ടില്ലല്ലോ. അവൻ വല്ല പണിക്കും പോട്ടെ. കോര, അറിവാണ് ഏറ്റവും വലിയ എണ്ണം. പിന്നെ നിന്റെ മകന് വയറു നിറയാനുള്ളത് ഈ ഞാൻ കൊടുത്തുകൊള്ളാം. അറിവ് നിഷേധിക്കുന്നത് വലിയ പാവമാണ് കോര. എന്നാലും ഒരെന്നാലുമില്ല. അറിവിലൂടെയാണ് അന്ധകാരം അകന്നു പോകുള്ളൂ. അറിവിലൂടെയാണ് അറിവേകുന്നവനിലേക്ക് നമുക്ക് എത്താനാകൂ. നീ ഉണ്ടാക്കി തരുന്ന ഈ അച്ചുകൂടത്തിൽ നിന്നും അക്ഷരങ്ങൾ അച്ചടിച്ചെടുക്കുമ്പോൾ അത് വായിക്കാൻ നിന്റെ മകന് പറ്റണം. അങ്ങനെ അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു, വലിയ പ്രിയരച്ഛനെ എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് എന്തുണ്ടായി? ബാക്കി കഥ പോരട്ടെ. നിക്ക്, ഇനി മറ്റേ ഡെലുവിന്റെ കഥ കേട്ടിട്ട് എന്റെ കഥ പറയാം. My story? Yes, I shall tell you. Actually, I was a gamer and had some friends of the same interest. One day, I was playing a shooting game. The server crashes every single time I try to finish it. Why can't they even fix it? Oh, this is irritating. Who's calling? Hello. Oh, hi, dude. How are you doing? And how is your gaming streak going? It's going perfectly fine, dude. But did you see this new website Carla created? No, I was just focusing on my gaming streak and stuff. So I didn't see something like that. I have sent you a link. Please check out his latest work with coding. Yeah, I'll check it out. Okay, bye. Bye. There's a war within my soul, one that I'll never win alone. I need you to fight for me. I need you
my sword, my shield. In the most holy Eucharist, I receive you from the hands of the priest, the true presence of God, body and blood, soul and divinity, hidden in the bread. I'm alive, I will not die, 'cause of your sacrifice. There's a war within our world, one that will never win alone. We need you to fight for us. We need you, our King Jesus. In the most holy Eucharist, I receive you from the hands of the priest, the true presence of God, body and blood, soul and divinity, hidden in the bread. I'm alive, I will not die, 'cause of your sacrifice. Hi, Ranger. How are you? Oh, hi, Carlo. I was just doing perfectly fine. And I was just checking out this new website you created. Oh, is it? Yes, it looks good and all, but what do you mean by all of this? You know, I have found something better than winning streaks. Someone who's greater. Is it God? Such stuff? That's old school. Yes, might be. But do you know what the greatest miracle on the earth is? No. Ah, yes. I have read that book. No, it is not the book. Then? It is the Eucharist. Eucharist. The bread. You're saying the bread is a miracle? No, not the bread. It is the living Jesus who is present inside the Eucharist. And that is why I have created the website. It consists of all the Eucharistic miracles from all over the world. Moments where science failed and faith spoke. You're serious, right? Yes, very much. Jesus wanted the world to know that He is here. He is alive and He is waiting. Waiting? Waiting for who? Waiting for you, Ranger. But I spend hours chasing scores. And you're saying that God stays every single day? Yes. God stays every day. But what if I wasted too much time? No time is wasted when you turn back to God. Do you know, Ranger? The Eucharist. The Eucharist. The Eucharist is my highway to heaven.
രണ്ടുപേരും കൊള്ളാലോ. ബാക്കി കഥ പറ. എൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ വലിയ പ്രിയരച്ഛനെ കാണാൻ പോയി. എല്ലാം കണ്ടു പഠിക്കാൻ പോയി. അച്ഛാ എന്താ ഉണ്ടാക്കണേ? കുറച്ച് ദിവസമായല്ലോ. അത് മോനെ, ഇവിടുത്തെ വലിയ പ്രിയോരച്ഛന്റെ വലിയൊരു സ്വപ്നമാണ് അക്ഷരങ്ങൾ പകർത്തിയെടുക്കുന്ന യന്ത്രം. അച്ഛനെ എൻ്റെ മോനെ കുറിച്ചും ഒരു സ്വപ്നമുണ്ട്. നീ അച്ഛനെ ഒന്ന് ചെന്ന് കാണ്. ഇതാര്? ദൈവമോനോ? ഈ മാമ്പഴം എടുത്ത് കഴിക്കേ. ഇത് കൊള്ളാലോ, നല്ല മധുരമുണ്ട്. ഇതിനേക്കാൾ മധുരമുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം. അതറിയോ രവിക്ക്? ഇല്ല. എല്ലാം അച്ഛൻ പറഞ്ഞു തരാം. ആദ്യം രവി അക്ഷരങ്ങൾ പഠിക്കണം, അറിവ് നേടണം. അറിവ്, നല്ല അറിവ്, അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തെ സ്നേഹിക്കാൻ, മനുഷ്യരെ സ്നേഹിക്കാൻ അറിവ് നമ്മെ സഹായിക്കും. निशेषजलपालिके देवपुत्रवचो गङ्गा श्रुत्या पावयते सुधा
न चिरात् कृपया महिद समहा भवबन्धनमाशु विमुच्य परा करणामनुविन्दति मोक्षतले മോനെ, ഇത് നമ്മുടെ അച്ചുകൂടത്തിൽ അച്ചടിച്ച ഒരു കടലാസ്. നിനക്കുള്ള എൻ്റെ സമ്മാനം. നീ പഠിച്ച അക്ഷരങ്ങളും അറിഞ്ഞ അറിവും അനുഭവിച്ച ദൈവസ്നേഹവും നിന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കരുത്. നീ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതാണ് എൻ്റെ സ്വപ്നം. I loved my games, pixels and fights, endless levels, but inside I felt empty. Eucharistic miracles, real flesh and heart. Carlo was a gamer too. He found Jesus in the Eucharist. It changed him. I clicked. Something touched my heart. I felt Christ's love, real love. Now I know Him. I share His love. So no more empty games, because Jesus is my victory. സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. നിങ്ങളുടെ രണ്ടുപേരുടെ കഥകൾ എനിക്കൊരു ഡിവൈൻ എൻകൗണ്ടർ പോലെയാണ് തോന്നുന്നത്. ശരിയാണ്. ദൈവാനുഭവം ആര് വഴി എപ്പോൾ എങ്ങനെ നമ്മിലേക്ക് എത്തുമെന്ന് പറയാനാവില്ല. ചാവറയച്ചൻ എന്നെ ഏൽപ്പിച്ച കടലാസാണത്. ഞാനിത് വായിക്കട്ടെ. നീ നിന്റെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ നിക്ഷേപമാണ്. എന്നും പ്രാർത്ഥിക്കണം. മൂല്യങ്ങളും പ്രചോദനങ്ങളും അടങ്ങിയ നല്ല പുസ്തകങ്ങൾ വായിക്കണം. ചീത്ത പുസ്തകങ്ങൾ കൈവശം വയ്ക്കുന്നത് വൈക്കോലിൽ തീ സൂക്ഷിക്കുന്നതിന് തുല്യമത്രേ എന്നൊരു നല്ല അപ്പൻ. I also had a similar experience. When I encountered the website of Carlo Acutis, I felt something touching my heart. A few days later, I also experienced the love of Christ. For now, I know Him. I have experienced Him. And I share His love through the digital world. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ചുറ്റും ദൈവിക സാന്നിധ്യമുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. എന്നാൽ ദൈവം തന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയാൻ കാത്തിരിക്കുകയാണ്. ചില കഥകൾ അങ്ങനെയാണ്. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമുണ്ടാകണമെന്നില്ല. ചില കണ്ടുമുട്ടലുകൾ അങ്ങനെയാണ്. തികച്ചും അപ്രതീക്ഷിതമായിരിക്കും. ചില കണ്ടെത്തലുകൾ അങ്ങനെയാണ്. ഒട്ടും ലോജിക് ഉണ്ടാകണമെന്നില്ല. അക്ഷരങ്ങൾ വിളമ്പി അറിവ് പകർന്ന് ദൈവത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുപോകാൻ അച്ചടിശാല ഉണ്ടാക്കിയ ചാവറയച്ചനും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകത്തിനെ അറിയിച്ച് മിലേനിയസിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കാർലോ അക്വിറ്റസും നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്.
ദൈവത്തെ കണ്ടെത്താൻ, ദൈവസ്നേഹത്തെ പ്രഘോഷിക്കാൻ ഏതു കാലഘട്ടത്തിലും സാധ്യമാണ്. ആ സ്നേഹത്തിലേക്ക് നയിക്കാനും നയിക്കപ്പെടാനും കടപ്പെട്ടവരാണ് നാം. ദൈവത്തെ കണ്ടുമുട്ടാൻ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ ചെന്ന് അതിൻ്റെ ആർദ്രത അനുഭവിക്കാൻ, ദിവ്യകാരുണ്യത്തോടും തിരുവചനത്തോടും ചേർന്നിരിക്കാൻ, കൂടെയുള്ള സഹോദരൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് തന്നെ പോലെ തന്നെ അവരെ സ്നേഹിക്കാൻ നമുക്കും പരിശ്രമിക്കാം. We are redefining the meaning of daily rule as divine encounter through lordly union and loving unity. ദൈവൈക്യത്തിലൂടെ, സഹോദര സ്നേഹത്തിലൂടെ നമുക്കും വിശുദ്ധി പ്രാപിക്കാം. ദൈവസ്നേഹത്താൽ നിറഞ്ഞാൽ ഏതും എന്തും ദൈവപ്രഘോഷണത്തിനുള്ള വഴികളായി മാറും. மனிதர்கள் மாறினாலும் மாறினாத தேவன் அவர். அணுக்குள்ள பாவம் நீக்கும் மன்னாதி மன்னவர், மறுபடி வரப்போகும் மாறனாதா இவர், மாறனாதா இவர், மாறனாதா இவர், மாறனாதா இவர், மாறனாதா இவர். जिनका डांस पाटे मिनका स्टेप पोटे ऐसा वाइना बाल्टी वो जिल्ला सिल्लने गिल्ना गिल्लने நடன மாடி நாம் கொண்டாடுவோம். உன்னத தேவன் அவர், உலகையாளும் ராஜா அவர். மனிதர்கள் மாறினாலும் மாறினாத தேவன் இவர். அணுக்குள்ள பாவம் நீக்கும் மன்னாதி மன்னனிவர், மறுபடி வரப்போகும் மாறனாதா இவர், மாறனாதா இவர், மாறனாதா இவர், மாறனாதா இவர், மாறனாதா இவர். ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ, ഇടഞ്ഞ കൊമ്പനാ, നമുക്ക് അണ്ണനാ. ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ, ഇടഞ്ഞ കൊമ്പനാ, നമുക്ക് അണ്ണനാ. ഹൈപ്പ് കേറി കേറി എങ്ങോട്ടീത്, ഹൈപ്പ് കേറി കേറി എങ്ങോട്ടീത്, ഓളം വെച്ച് വെച്ച് മേലോട്ടീത്, നാട്ടാക്കെത്തി പാടും മാറ്റം ഇത്, കേട്ടാലും കേട്ടാലും രൂപാണീത്, സിംഗം കിങ്ങായി വാഴും കാടാണീത്, അറ്റം കിക്കിൽ പാടും പാട്ടാണീത്, എട്ടല്ല പത്തല്ല 100,000 പിന്നാലെ കൂടുന്ന സ്റ്റാറാണീത്. ചുമ്മാ വന്ന് നിന്നാൽ പോരെ, സൗത്തും നോർത്തും വിറയ്ക്കണടാ, കാലിൽ പതിക്കും മണ്ണിൻ തരിയും സ്ലോ മോഷൻ